ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ ഈ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് നാമം മഹത്വപ്പെടുത്തുന്നു. ഒരു ആരാധനാ യോഗത്തിന് ശേഷം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിപ്പാൻ തക്കവണ്ണം നാം കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ ഒരു വേദഭാഗം ഇന്നത്തെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുമാറ് യിരെമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. യിരെമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല. ഇന്ന് നാം ഇവിടെ പാടുവാനായിട്ട് ഇടയായിത്തീർന്ന പാട്ട് ഒരു സുവിശേഷ ഗീതമാണ്. സുവിശേഷത്തിന് ആഹ്വാനം നൽകുന്ന ഒരു ഗീതമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ സന്ദേശത്തിൽ ഞാൻ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ നിന്ന് ഷണ്ണൻ്റെ രക്ഷയും തൻ്റെ കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ച ആ ചരിത്ര സത്യത്തോട് ചേർന്ന ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്നും ചില സുവിശേഷ സത്യങ്ങൾ ഒരുമിച്ച് പങ്കിടണം എന്നാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. കാരണം സുവിശേഷം വിശ്വസിച്ച നമ്മുടെ ജീവിതത്തിലൂടെയാണ് സുവിശേഷത്തിൻ്റെ സത്യത്തെ നിലനിർത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നാം വിശ്വസിച്ച സുവിശേഷം, നാം നിൽക്കുന്ന സുവിശേഷം, നാം രക്ഷിക്കപ്പെടുന്ന സുവിശേഷം, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ആ വിഷയം സംബന്ധിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഈ വായിച്ച വേദഭാഗത്തിൽ അധിഷ്ഠിതമായി ധാരാളമായിട്ട് നമ്മോട് സംസാരിക്കുമാറാകട്ടെ. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. 8-ാം അധ്യായത്തിൽ ഈ വായിച്ച വേദഭാഗം ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെടുത്തി ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അവിടെ നിന്നുകൊണ്ട് വിഷയസംബന്ധമായി ഒന്നും തന്നെ ഞാൻ പറയണം എന്നാഗ്രഹിക്കുന്നില്ല. എങ്കിലും ആമുഖമായിട്ട് ഇസ്രായേലിനെ കുറിച്ച് ഈ അധ്യായത്തിൽ അടുത്ത അധ്യായങ്ങളിലും പരാമർശിക്കുന്നതായിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പരാമർശിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവം തനിക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന് വേണ്ടി സൂക്ഷിച്ച ദൈവത്തിൻ്റെ സമ്പത്താണ് എന്ന് നമുക്ക് വേദപുസ്തക പഠനത്തിൽ നാം പലപ്പോഴും ഓർക്കാറുള്ളതാണ്. നമുക്കറിയാം, പലപ്പോഴും നാം ഓർക്കുന്നൊരു വാക്യമുണ്ട്: ഇത്ര ശ്രേഷ്ഠ ജാതി, ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി വേറെ ആരുമില്ല. അതുപോലെ ദൈവം ജനത്തെ സൂക്ഷിച്ചു. എന്നാൽ ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം നിൽക്കുമ്പോൾ ഈ ജനം ദൈവത്തെ മറന്നു കളഞ്ഞവരാണ്. ഈ ജനം ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിച്ചവരാണ്. ആ ആശയം തന്നെ നമുക്ക് 9-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയും: ജ്ഞാനികൾ ലജ്ജിച്ച് ഭ്രമിച്ച് പിടിപെട്ടു പോകും, അവർ യഹോവയുടെ വചനം ധിക്കരിച്ചു കളഞ്ഞുവല്ലോ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവവചനത്തെ പുറകിൽ തള്ളിക്കളഞ്ഞ ജനം, ദൈവവചനത്തെ അത് നശിപ്പിച്ച് ഞെരിപ്പോടിലിട്ട് കത്തിക്കുവാൻ പോലും ഭയമില്ലാത്ത ഒരു ജനമായി ഈ ജനം തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായിരിക്കുന്ന പിന്മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായിരിക്കുന്ന പാപങ്ങളും കുറവുകളും ഏറ്റുപറഞ്ഞ് മടങ്ങി വരുവാൻ കഴിയാത്ത ഒരു ജനമാണ് എന്ന ഈ അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ
4 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് മാത്രം പോകുന്നു. യഹോവയുടെ അരുളപ്പാട്: നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കുകയില്ലയോ? ഒരുത്തൻ വഴി തെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ? യെരൂശലേമിലെ ഈ ജനമോ ഇടവിടാത്ത പിന്മാറ്റമായി പിന്മാറിയിരിക്കുന്നതും വഞ്ചന മുറുകെ പിടിച്ചുകൊണ്ട് മടങ്ങി വരുവാൻ മനസ്സില്ലാതിരിക്കുന്നതും എന്ത്? ആ ജനത്തെക്കുറിച്ച് പ്രവാചകൻ അല്ലെങ്കിൽ ദൈവം പറയുകയാണ്, ഈ ജനം ഇടവിടാതെ പിന്മാറ്റമായി പിന്മാറിപ്പോയിരിക്കുകയാണ്, അവർക്ക് മടങ്ങി വരുവാനായിട്ട് മനസ്സില്ലാതിരിക്കുന്നു എന്ന് പറയുകയാണ്. 6-ാം വാക്യം വായിച്ചാൽ, ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു, അവർ നേര് സംസാരിച്ചില്ല. അയ്യോ, ഞാൻ എന്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞും ആരും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിച്ചില്ല. കുതിരപ്പടയ്ക്ക് പായുന്നത് പോലെ ഓരോരുത്തൻ താൻ്റെ വഴിക്ക് തിരിയുന്നു. 7-ാം വാക്യം, ആകാശത്തിലെ പെരുഞ്ഞാറ തൻ്റെ കാലമറിയുന്നു, കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങിവരവിനുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ദൈവത്തിൻ്റെ ന്യായം തിരിച്ചറിയുവാൻ കഴിയാതെ, ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിയുവാൻ കഴിയാതെ അവരുടെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തെ അവർ തള്ളിക്കളഞ്ഞ് അവർ പിന്മാറ്റത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിച്ചു. ഇങ്ങനെയുള്ളതായിരിക്കുന്ന അനേക കാര്യങ്ങൾ ഈ അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു എന്ന് നാം വായിക്കുന്നു. 22-ാം വാക്യം വായിച്ചാൽ അവിടെ നാം വായിക്കുന്നത്, ഗിലെയാദിൽ സുഗന്ധതൈലമില്ലയോ? അവിടെ വൈദ്യനില്ലയോ? എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നതെന്ത്? ഈ ജനത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഈ ജനം ചെയ്തതായിരിക്കുന്ന പാപത്തിൻ്റെ പരിണിതഫലമായി അവർ ബാബേലിലേക്ക് പ്രവാസികളായി പോകുവാനായിട്ട് ഉള്ളതായിരിക്കുന്ന ആ സമയത്താണ് പ്രവാചകൻ യിരെമ്യാവ് ഇവിടെ ദൈവാത്മ പ്രേരിതനായി ഈ ജനത്തിനു വേണ്ടി പ്രവചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അടുത്ത അധ്യായം 9-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ യിരെമ്യാവിൻ്റെ മനോഭാവം നമുക്ക് കാണുവാൻ സാധിക്കും. അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണുനീരു ഉറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് അവിടെ പറയുകയാണ്. എത്ര വ്യക്തമായിട്ട് തൻ്റെ ഹൃദയത്തെ താൻ വെളിപ്പെടുത്തുകയാണ്. ഈ ജനത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. 2-ാം വാക്യം, അയ്യോ എൻ്റെ ജനത്തെ വിട്ട് പൊയ്ക്കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് അവിടെ പറയുകയാണ്. അത്രമാത്രം ദുഷ്ടത നിറഞ്ഞതായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ജനം മാറിപ്പോയി. ദൈവത്തെ തങ്ങളുടെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. ആ ജനത്തിന് വരുന്നതായിരിക്കുന്ന ന്യായവിധി അത് പറഞ്ഞറിയിക്കുന്നതിലും അധികമാണ്. ഈ ജനത്തെക്കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രശംസയായിട്ട് പറയുവാൻ സാധിക്കും. 9-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം കൂടെ ആമുഖമായിട്ട് ഞാൻ പറഞ്ഞ് വേഗത്തിൽ വിഷയത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. 26-ാം വാക്യം അവിടെ നാം വായിക്കുന്നത്, സകല ജാതികളും അഗ്രചർമ്മികളല്ലോ, എന്നാൽ ഇസ്രായേൽ ഗ്രഹമൊക്കെയും ഹൃദയത്തിൽ അഗ്രചർമ്മികളാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. നമുക്കറിയാം, ദൈവം തൻ്റെ ജനത്തെ തനിക്കായി വിശുദ്ധീകരിച്ചതിൻ്റെ അടയാളമാണ്, ഭൗതികമായ ഒരു അടയാളമാണ് അവരെ പരിച്ഛേദന എന്ന ഒരു വലിയ നിയമം അവർക്ക് കൊടുത്തത്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പരിച്ഛേദനയുള്ള ജനമാണ്. ലോകത്തിലെ സകല മനുഷ്യരും സകല ജാതികളും പരിച്ഛേദനയില്ലാത്തവരാണ്, അവർ അഗ്രചർമ്മികളാണെന്നാൽ ഈ ശ്രേഷ്ഠ ജാതി പരിച്ഛേദനയേറ്റവരാണ്. പക്ഷെ ഫലം നാസ്തിയാണ്. കാരണം അവർക്ക് ഹൃദയത്തിൽ അഗ്രചർമ്മമുണ്ട്. അപ്പോൾ ദൈവം തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് താൻ തൻ്റെ സ്വന്തം പ്രത്യേക സമ്പത്തായി സൂക്ഷിച്ച ഈ ജനത്തിന് വലിയ ന്യായവിധി വരുവാനായിട്ട് പോകുകയാണ്. കേവലം
ദൈവം ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊടുത്തെങ്കിൽ അത് കേവലം ശരീരത്തിലോ ഭൗതികമായോ മാത്രം ആചാരപരമായി ചെയ്തു എന്നല്ലാതെ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഹൃദയത്തിന് പരിച്ഛേദനയില്ലാത്ത ആ ജനം ന്യായവിധി ദിവസത്തിൽ പറയുന്ന ഒരു കാര്യമാണ് നാം ഇവിടെ വായിക്കുവാൻ ഇടയായി തീർന്നത്. എന്താ നാം വായിച്ചത്? കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടതുമില്ല. അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടതുമില്ല എന്ന് പറയുമ്പോൾ അതെത്ര ദയനീയമായിരിക്കുന്ന ഒരു നിലവിളിയാണ്. അതൊരു ആർത്തനാദമായിട്ട് നിലകൊള്ളുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. കാരണം ഈ കൊയ്ത്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കൊയ്ത്തിനോട് ബന്ധപ്പെട്ട് നിലനിന്നവരാണിവർ. ദൈവത്തിൻ്റെ ഫലങ്ങളായി ശേഖരിക്കപ്പെടേണ്ടുന്നവരായിരുന്നു. പക്ഷേ ഇവർ വിടപ്പെട്ടുപോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നതാണ്, ഈ ജനം മിസ്രയീമിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഈ ജനം ചെങ്കടൽ കടന്ന് മോശയോടുകൂടെ കനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടവരാണ്. ഈ ജനം മരുഭൂമിയിൽ ഉടനീളം ദൈവിക പരിപാലനം അനുഭവിച്ചവരാണ്. എന്നാൽ ആ ദൈവത്തിൻ്റെ ജനത്തിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ന്യായവിധിക്ക് പാത്രീഭൂതരായി തീരുവാൻ അതിലധിക പങ്കിനും ഇടയായി തീർന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവരുടെ അവിശ്വാസ നിമിത്തമാണ്. അവർ ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിച്ചതുകൊണ്ടാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ അവിടെ ആ കാര്യം നിർത്തിയിട്ട് ഞാൻ പുതിയ നിയമ ആശയങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ പറയുന്ന ഒരു വാക്ക് നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്കാണ്. എന്താണ് നാം ഇവിടെ അവർ പറയുന്നതായിട്ട് കേൾക്കുന്നത്? നാം രക്ഷിക്കപ്പെട്ടതുമില്ല, നാം രക്ഷിക്കപ്പെട്ടതുമില്ല. പുതിയ നിയമസഭയോട് ബന്ധപ്പെടുത്തി ഈ വാക്കറിയാത്ത ഒരു സഭാവിശ്വാസിയും ഉണ്ടായിരിക്കില്ല, ഒരു വിശ്വാസിയും ഉണ്ടായിരിക്കുകയില്ല. കാരണം നാം ഒക്കെ വിശ്വാസത്താൽ ആണോ? വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവരാണ്. നാം ദൈവത്തിൻ്റെ സഭയുടെ അംഗങ്ങളായി തീരുന്നത് തന്നെ രക്ഷ എന്ന ആ പ്രതിഭാസത്തിലൂടെ കടന്നു വന്നതുകൊണ്ടാണ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവിൻ്റെ സഭ എന്ന് പറഞ്ഞാൽ കർത്താവിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ മാത്രം കൂട്ടമാണ്. രക്ഷിക്കപ്പെട്ടവർ മാത്രമേ കർത്താവിൻ്റെ സഭയുടെ അംഗങ്ങളായിട്ടുള്ളൂ എന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. നമുക്കറിയാവുന്ന ഒരു സത്യമാണ് അത്. കർത്താവിൻ്റെ ആഗമന സഭയെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ അത് സത്യമായി നിലകൊള്ളുകയുള്ളൂ. പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ് വരെയുള്ള കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ടവരുടെ ആകെ തുകയാണ് കർത്താവിൻ്റെ സഭ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ സഭ എന്ന് പറഞ്ഞാൽ അത് ബ്രദറൻ സഭകൾ മാത്രമല്ല. അങ്ങനെ നാം ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയില്ല. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ഉൾപ്പെടുന്നതാണ് എന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. തെങ്ങോട് സഭയിലെ എല്ലാവരും ആ കർത്താവിൻ്റെ സഭയുടെ അംഗമാണ് എന്ന് പറയുവാൻ കഴിയുകയില്ല. തെങ്ങോട് ഈ പ്രാദേശിക സഭയിൽ കൂടി വന്നിരിക്കുന്നതിൽ രക്ഷിക്കപ്പെട്ടവർ മാത്രമേ ദൈവസഭയുടെ അംഗങ്ങളായിട്ടുണ്ടാകുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം വരാൻ പോകുകയാണ്, രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും തമ്മിൽ വേർതിരിക്കപ്പെടുവാനുള്ള ഒരു സമയം സമാഗതമാകാൻ പോകുകയാണ്. ആ സമയം വരുമ്പോൾ രക്ഷിക്കപ്പെടാത്തവർക്ക് രക്ഷിക്കപ്പെടുവാൻ ഒരു അവസരം കൊടുക്കുമോ? ഉണ്ടായിരിക്കുകയില്ല. രക്ഷിക്കപ്പെടുവാനുള്ളതായിരിക്കുന്ന സമയം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് വരെയോ നമ്മുടെ മരണം വരെയോ ഉള്ളൂ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവിന് ശേഷം ഒരു മനുഷ്യനും ഈ സുവിശേഷത്താൽ എന്ത് ചെയ്യാൻ പറ്റില്ല? രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ഈ സുവിശേഷം പിന്നെ ഉപയോഗിക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടിയല്ല,
റോമാലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം ആർക്കെങ്കിലും അറിയാമോ? പറയാമോ? ദൈവം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ. ഇന്ന് ഈ സുവിശേഷം പാപിയായിരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുന്നതാണ്. എന്നാൽ കർത്താവിൻ്റെ വരവിന് ശേഷം ഈ സുവിശേഷം പാപിയെ ന്യായം വിധിക്കുവാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുവാൻ പോകുന്നത്. അന്ന് സുവിശേഷം പാപിയെ ന്യായം വിധിക്കും. മനുഷ്യരുടെ രഹസ്യങ്ങളെ ദൈവം എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ന്യായവിധിയുടെ ദിവസത്തിൽ കേൾക്കുവാനായിട്ട് പോകുന്ന ഒരു ആർത്തനാദമുണ്ട്. അത് നാം ചരിത്രത്തിൽ കേട്ടതാണ്. ദൈവത്തിൻ്റെ പുത്രൻ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയപ്പോൾ കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് പാപിക്ക് പകരം കരഞ്ഞതായിരിക്കുന്ന കരച്ചിലിന്റെ ശബ്ദം എന്തായിരുന്നു? അത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത്. അതിന് സമം പറയുവാൻ കഴിയുന്ന നിലയിൽ രക്ഷിക്കപ്പെടാത്തതായിരിക്കുന്ന ഒരു വലിയൊരു കൂട്ടം ജനത്തിന്റെ ആർത്തനാദമാണ്. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടതുമില്ല. അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കുന്ന 2 വേദഭാഗങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നമുക്ക് ആദ്യമായിട്ട് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 30-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? ആ സംഭവം മനസ്സിലാക്കുവാനായിട്ട് ഞാൻ 29 ചേർത്ത് വായിക്കുകയാണ്. ഞങ്ങൾ പോയി അത് കളയെക്കുറിച്ചാണ് പറയുന്നത്. പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറയാണ്, അതിന് അവൻ ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതു പോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. ഇവിടുത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു വയലിൽ നടക്കുന്ന കൃഷിയാണ്. ഗോതമ്പിന്റെ കൃഷി നടക്കുകയാണ്. ആ വിതയ്ക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ ആ വയലിന്റെ ഉടമസ്ഥൻ, ഒരു മനുഷ്യൻ സ്വർഗരാജ്യം ത്തിൻ്റെ വിത്ത്, അവിടെ നാം വായിക്കുന്നത് അതിൻ്റെ 24 വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. എന്നാൽ അതേ സമയത്ത് സംഭവിച്ചൊരു കാര്യമുണ്ട്. ഈ മനുഷ്യൻ നല്ല വിത്ത് വിതച്ചിട്ട് പോയി കിടന്ന് എന്ത് ചെയ്തു? ഉറങ്ങിയപ്പോൾ ശത്രു വന്ന് അതിനകത്ത് എന്ത് വിതച്ചു? കള വിതച്ചു എന്ന് പറഞ്ഞിരിക്കുക. അവൻ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ ഈ കളയെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്നെന്ന് ചോദിച്ചു. അത് ശത്രു ചെയ്തതാകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസഭയിൽ രക്ഷിക്കപ്പെട്ടവർ ഉണ്ട്, അതുപോലെ തന്നെ രക്ഷിക്കപ്പെടാത്തവരുമുണ്ട്. ദൈവത്തിൻ്റെ സഭയാകുന്ന പ്രാദേശിക സഭയിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ രക്ഷിക്കപ്പെടാത്തവർ ദൈവസഭയിൽ ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന ആ സത്യത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ശത്രു വിതച്ചതാണ്, എന്നാൽ അത് പറിച്ച് കളയട്ടെ എന്നുള്ളതായിരിക്കുന്ന ദാസന്മാരുടെ ചോദ്യത്തിനുള്ള ആ വ്യക്തിയുടെ മറുപടി എന്ന് പറയുന്നത് എന്താണ്? വേണ്ട എന്നുള്ളതാണ്. അതിനവൻ ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ എന്ത് സംഭവിക്കാം? വിത്തും കൂടെ ഞാറും കൂടെ അത് പിഴുതു പോകാം. അതുകൊണ്ട് രണ്ടും കൊയ്ത്തോളം വളരട്ടെ. ഇപ്പോൾ ഈ വയലിൽ വിതയ്ക്കപ്പെട്ട 2 വിത്തുകൾ
ഒന്ന് കളയുടെ വിത്തുണ്ട്, രണ്ട് നല്ല വിത്തുണ്ട്. രണ്ടും ഒരുമിച്ചാണ് വളരുന്നത്, ഒരുമിച്ചാണ് പരിപാലിക്കപ്പെടുന്നത്. വിത്തിന് വേണ്ടി, നല്ല വിത്തിന് വേണ്ടി കൊടുക്കുന്ന വളവും അതിന് കൊടുക്കുന്ന വെള്ളവും അതിന് കൊടുക്കുന്നതായിരിക്കുന്ന എല്ലാ പരിചരണവും എന്തിനും കിട്ടിയിട്ടുണ്ട്? കളയ്ക്കും കിട്ടിയിട്ടുണ്ട്. ഗോതമ്പ് ഞാറിനേക്കാൾ നന്നായി കള വളർന്നു വരും. കൃഷി ചെയ്തിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം, കളയാണ് നന്നായിട്ട് വളർന്നു വരുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സാധാരണ നോട്ടത്തിൽ തന്നെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. എന്താ? ഗോതമ്പിൻ്റെ ഞാർ ഏതാണ്, കള ഏതാണെന്ന് ആർക്കും മനസ്സിലാവും. എന്നാൽ കർത്താവ് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാദേശിക സഭയിൽ രക്ഷിക്കപ്പെടാതെ ഉള്ള ആളുകൾ ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ്. അവരെ വേർതിരിക്കുവാനായിട്ട് പറഞ്ഞിട്ടില്ല. അവർക്ക് പ്രാദേശിക സഭയിൽ ആയിരിക്കാം. അതുകൊണ്ട് ഒരു രക്ഷിക്കപ്പെട്ട കൂട്ടമെന്ന് അറിയപ്പെടുന്ന ഒരു പ്രാദേശിക സഭയിലെ കേവല ഒരു അംഗത്വം കൊണ്ട്, അല്ലെങ്കിൽ അവിടെ കടന്നു വരുന്നത് കൊണ്ട് ആരും രക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല, സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഞാറും ഈ കളയും ഒരുമിച്ച് വളരും. എത്രത്തോളം കാലം? കർത്താവിൻ്റെ വരവ് വരെ, കൊയ്ത്ത് നടക്കുന്നത് വരെ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ഈ കൂട്ടായ്മയിലാണ് എന്ന് ധരിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കുകയില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ ഞാറും കളയും സാധാരണ മനുഷ്യർക്ക് നോക്കി തിരിച്ചറിയാൻ കഴിയും. എന്നാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത മറ്റൊരു കൂട്ടരുണ്ട് ഇതിനകത്ത്. അവിടെയാണ് നാം ഭയപ്പെടേണ്ടത്. അത് നാം മനസ്സിലാക്കാനായിട്ട് മറ്റൊരു വാക്യത്തിലേക്ക് വേഗം വരാം. മത്തായിയുടെ സുവിശേഷം തന്നെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ പരിചയപ്പെടുത്തുകയാണ്. മാനസാന്തരത്തിന് ഉള്ള സ്നാനം കൊടുത്തുകൊണ്ട് തൻ്റെ ശുശ്രൂഷ തുടരുമ്പോൾ കർത്താവിൻ്റെ സവിധത്തിലേക്ക് അടുത്തു വരുന്ന യോഹന്നാൻ സ്നാപകന്റെ സവിധത്തിലേക്ക് അടുത്തു വരുന്ന കർത്താവിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നതായിരിക്കുന്ന വാക്കുകളാണ് നാം വായിക്കുവാനായിട്ട് പോകുന്നത്. അവിടെ നാം കാണുന്നത് 3:11 വാക്യങ്ങൾ. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. എന്നിട്ട് പറയുകയാണ്, വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു. അപ്പോ കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയുന്നത് കളകളെ മാത്രമല്ല. ഞാൻ ആദ്യം പറഞ്ഞു, കളകളെ നോക്കി പെട്ടെന്ന് കണ്ട് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ആ വീശുമുറത്തിൻ്റെ പ്രവൃത്തിയിലൂടെ ആ ഗോതമ്പ് മണിയിൽ നിന്ന് മാറി വീഴുന്നതായിരിക്കുന്ന പതിരിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് അറിയാമോ? പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നെൽക്കതിരിൽ അല്ലെങ്കിൽ ഗോതമ്പ് കതിരിലുള്ളതായിരിക്കുന്ന ചില മണികൾ നല്ലതും ചില മണികൾ പതിരുമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഗോതമ്പ് പാകമായി, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള നെല്ലാണല്ലോ, നെല്ല് പാകമായി അത് കതിരിടുവാനായിട്ട് തുടങ്ങുമ്പോൾ അത് പൊട്ടി പുറത്തേക്ക് വരുന്ന സമയത്ത് ചില ചാഴികൾ, ചില കീടങ്ങൾ വന്ന് ആ നെല്ലിൽ നിന്ന് അതിലെ ചില ജ്യൂസ് ഉണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. നെല്ല് പാകമായിട്ട് വരുമ്പോൾ അത് വിടരുന്നതിന് മുമ്പ് ഒരെണ്ണം പറിച്ചിട്ട് തുറന്ന് ആ കതിരൊന്ന് പറിച്ച് തിന്നാൽ നല്ല പച്ച അണ്ടിപ്പരിപ്പ് തിന്നുന്ന ടേസ്റ്റാണ്. ഈ കീടങ്ങളൊക്കെ വന്ന് ഈ നെല്ലിൽ നിന്ന് ആ ജ്യൂസ് കുടിച്ചു കളയും. ആ നെല്ലിന് പിന്നെ എന്തിലുണ്ടാവുകയില്ല? മണികളുണ്ടാകുകയില്ല, അതിൽ അരി ഉണ്ടാകിയിരിക്കില്ല. അതാണ് മന്നല എന്നും പതിരെന്നൊക്കെ നാം പറയുന്നത്.
അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ പതിരിന്റെ സ്ഥാനം കതിരിലാണ്. നാം ആദ്യം കണ്ടത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകത്തക്കവണ്ണം കളയാണ്. അത് കൊയ്ത്തിന് മുമ്പേ പറിച്ചു കെട്ടി തീക്ക് വേണ്ടി സൂക്ഷിച്ചു. അതിലൊരു അതിശയവും തോന്നുകയില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവജനത്തോട് ചേർന്ന് കൂട്ടായ്മയിൽ ആയിരിക്കുന്ന, രക്ഷിക്കപ്പെട്ട ദൈവജനത്തോട് ചേർന്ന് അപ്പം മുറിക്കുന്ന, രക്ഷിക്കപ്പെട്ടവനാരോ രക്ഷിക്കപ്പെടാത്തവനാരോ എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ഒരു കതിരിന്മേൽ കൊയ്ത്ത് കഴിഞ്ഞ് മെതി കഴിഞ്ഞ് ആ പാറ്റുന്നതായിരിക്കുന്ന, അല്ലെങ്കിൽ വീശി അതിനെ തമ്മിൽ തിരിക്കുന്ന സമയം വരെ ഒരു വിശ്വാസി എന്ന ലേബലിൽ പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അത് ഇച്ചിരി കഷ്ടമാണ്. അവരും ധരിച്ചിരുന്നത് രക്ഷിക്കപ്പെട്ടു എന്ന്. അവരുടെ സ്ഥാനം എവിടെയാ? ആ നെൽക്കതിരിലായിരുന്നു. ആ നെൽക്കതിരിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഒരു നെൽക്കതിര് ഒരു പ്രാദേശിക സഭയായിട്ട് കണക്ക് കൂട്ടിയാൽ ഒരു നെൽക്കതിരിൽ ചിലപ്പോൾ 100 150 മണികളുണ്ടായിരിക്കും. അതിൽ നിശ്ചിത ശതമാനം പതിരാണ്. പതിരിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഈ നെൽക്കതിര് എങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്കറിയാമോ? അത് നേരെ നിൽക്കും. ഇന്ന് അനേക സഭകളും അഹങ്കാരത്തിൽ ഉയർന്നു നിൽക്കുക. രക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം തുലവും കുറവാണ്. ആ കതിരിലെല്ലാം തന്നെ നല്ല മണികളാണെങ്കിൽ അത് വിളയുമ്പോൾ അത് വളഞ്ഞു തൂങ്ങി വരും. പ്രിയപ്പെട്ടവര്, വലിയ ആത്മീയ സത്യമുണ്ട്. ഒരു വിശ്വാസ കൂട്ടായ്മയിലാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് ധരിച്ചു പോയി കഴിഞ്ഞാൽ, ഒരുപക്ഷെ സ്നാനപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അങ്ങനെ സംഭവിച്ചു കൂടാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞത് അവന്റെ കയ്യിൽ എന്തുണ്ട്? വീശുമുറമുണ്ട്. അവൻ കളത്തെ മുറ്റും വീശി വെടിപ്പാക്കും. അപ്പോൾ അവിടെ ഈ വീശുമുറം കൊണ്ട് സാധിക്കുന്നത് കോതമ്പും പതിരും തമ്മിൽ വേർതിരിക്കുകയാണ്. കള വേർതിരിച്ചത് കൊയ്ത്തിനു മുമ്പേ സംഭവിച്ചു. എന്നാൽ കൊയ്ത്തും ഫലശേഖരത്തോട് ബന്ധപ്പെടുത്തി വേർതിരിക്കപ്പെടുന്നവർ അവർ ഏറ്റവും വിശ്വാസികളോട് ചേർന്ന് നിൽക്കുന്നവരാണ്, വിശ്വാസ ഭവനങ്ങളിലുള്ളവരാണ്, കൂട്ടായ്മയിലുള്ളവരാണ്. അങ്ങനെ സംഭവിച്ചുകൂടാ. ഒരാഴ്ച മുഴുവൻ ദൈവജനത്തിന്റെ കൂട്ടായ്മയോ ഒക്കെ അനുഭവിച്ച് ഏറ്റുവാങ്ങി നരകത്തിലേക്ക് പോകേണ്ടി വരുന്ന ആളുകളുടെ ഗതികേട് പറയുവാനായിട്ട് വയ്യ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം കേട്ട ആ വാക്കൊന്ന് ചിന്തിക്കുക. ആ കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടതുമില്ല എന്ന് പറഞ്ഞാൽ ആ കെട്ടുകെട്ടുകളായി കെട്ടിയതായിരിക്കുന്ന ആ കളകൾ കൂട്ടിയിട്ടിരിക്കുന്ന ആ ഭാഗത്തേക്ക് വീശി മാറ്റി തിരിച്ചതായിരിക്കുന്ന ആ പതിര് മുഴുവൻ കൊണ്ടുപോയിട്ടിട്ട് അതിന് തീയിടുവാനായിട്ട് പോവുകയാണ്. ആ കത്തുന്നതായിരിക്കുന്ന ആ ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്നാണ് ആ ആർത്തനാദം കേൾക്കുന്നത്. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടത്. ഇത് ചെയ്യുന്ന ആരാ? നമ്മുടെ കർത്താവാണ്. നമ്മുടെ കർത്താവ് നൽകുന്നതായിരിക്കുന്ന 2 കാര്യങ്ങളെ കുറിച്ച് അവിടെ നാം പറയുന്നുണ്ട്, നാം വായിക്കുന്നുണ്ട്, നാം പലപ്പോഴും അത് ചിന്തിക്കാറുള്ളതാണ്. അവിടെ കർത്താവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തും. അവിടെ വായിക്കുന്ന സ്നാനമേൽപ്പിക്കും. കർത്താവ് നൽകുന്ന 2 സ്നാനങ്ങൾ. ഇതാരാ പറയുന്നത്? യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ അവിടെ ഒരു സ്നാനം ഏൽപ്പിക്കുന്നുണ്ട്. അതേത് സ്നാനം? മാനസാന്തര സ്നാനം. അപ്പൊ മാനസാന്തരത്തിനായി യോഹന്നാൻ സ്നാപകൻ വെള്ളത്തിൽ സ്നാനപ്പെടുത്തി. എന്നാൽ തൻ്റെ കീഴിൽ സ്നാനമേൽക്കുവാനായി വരുന്ന യേശുവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുവാൻ ആർക്ക് സാധിക്കും? പരിശുദ്ധാത്മാവിൽ സ്നാനമേൽക്കുവാനും തീയിൽ സ്നാനമേൽക്കുവാനും
ഈ രണ്ട് സ്നാനവും ഏൽക്കുവാൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? രണ്ടും ഒന്നല്ല. രണ്ടും ഒന്നല്ലെന്ന് ഏൽക്കാൻ പറ്റില്ലേ? അപ്പോൾ രണ്ട് സ്നാനത്തെക്കുറിച്ച് പറയുന്നു. അത് രണ്ടും ഒരു വാക്യത്തിലാണ് പറയുന്നത്, രണ്ടും ഒരു ആളാണ് കൊടുക്കുന്നത്, രണ്ടും അടുത്തടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു രണ്ട് വാക്കുകളാണ്. എങ്കിലും അത് തമ്മിൽ വലിയ അന്തരമുണ്ട്. രാവും പകലും പോലുള്ള അന്തരമുണ്ട്. പരിശുദ്ധാത്മാവിലെ സ്നാനം എന്ന് പറയുന്നത് രക്ഷയെ കാണിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിലെ സ്നാനം എന്ന് പറയുന്നത് ആ കോതമ്പ് മണികൾ കളപ്പുരയിലേക്ക് ശേഖരിക്കപ്പെടുന്നതാണ്. തീയിലെ സ്നാനം എന്ന് പറയുന്നത് ആ പതിർക്കെടാത്ത തീയിലേക്ക് തള്ളിക്കളയുന്നതാണ്, നരകശിക്ഷയാണ്. ഇത് രണ്ടും ഒരാൾക്ക് ആവശ്യമില്ല. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു കൊടുക്കുന്ന സ്നാനം എന്ന് പറയുന്ന ആ പരിശുദ്ധാത്മ സ്നാനമാണ് രക്ഷ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടുന്നവർക്ക് കർത്താവ് നൽകുന്ന സ്നാനമാണത്. അത് സംഭവിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്. അവിടെയാണ് ദൈവസഭ ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനം നടന്നത്. ഇന്ന് രക്ഷിക്കപ്പെടുന്ന ഓരോരുത്തരുടെയും ആത്മീയ അനുഭവമാണ് ആത്മസ്നാനം, പരിശുദ്ധാത്മസ്നാനം എന്ന് പറയുന്നത്. അവരാണ് രക്ഷിക്കപ്പെട്ടവർ. അങ്ങനെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇന്ന് ഈ സഭാകൂടിയരുവിൽ ഉണ്ട് എന്ന് വരികിൽ നിങ്ങളുടെ രക്ഷയെ പരിശോധിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഒരുപക്ഷെ പേരിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്വഭാവത്തിലൊക്കെ മറ്റുള്ളവരും ധരിച്ചിരിക്കുന്നത് ഇവൻ സുവിശേഷം വിശ്വസിച്ച ഒരു വ്യക്തിയാണ് എന്നാണ്. എന്നാൽ രക്ഷിക്കപ്പെടാതെ പോകാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇവിടെ ഉപദേഷ്ടാക്കന്മാർക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല, മുമ്പന്മാർക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല, സുവിശേഷകന്മാർക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല, നമുക്ക് ആരെക്കുറിച്ചും ഒന്നും ചെയ്യുവാൻ കഴിയില്ല. നാം നമ്മെ തന്നെ പരിശോധിച്ച് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെ ഉറപ്പുവരുത്തുവാനായിട്ട് ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ ന്യായവിധി നാളിൽ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അങ്ങനെ സംഭവിക്കരുത്. അപ്പോൾ നമ്മുടെ രക്ഷയെ പരിശോധിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് ചോദിച്ച ഷണ്ണനോട് ഫിലിപ്പോസ് ഒരു കൂസലും കൂടാതെ പറഞ്ഞു, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിലാകാം. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് രക്ഷിക്കപ്പെടുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ ഏറ്റു സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തി രക്ഷയുടെ ആ അനുഗ്രഹീതമായിരിക്കുന്ന അനുഭവത്തിലേക്ക് വരും. അവൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീരും. അവൻ്റെ ജീവിതത്തിൽ പാപത്തോടുള്ള വേർപാടുണ്ടായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ പാപത്തെ വ്യക്തമായി പാപത്തിൽ നിന്ന് വേർപെട്ട് ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം ഉണ്ടായിരിക്കും. രക്ഷിക്കപ്പെട്ടിട്ടും ഒരേ പാപത്തിൽ തുടരുന്ന വിശ്വാസികളുണ്ട്, പാപം ചെയ്യുന്ന വിശ്വാസികളുണ്ട്. സ്വാഭാവികം. അതിനെക്കുറിച്ചുള്ള കുറ്റബോധവും അതിനെക്കുറിച്ചുള്ള ദൈവാത്മാവിൻ്റെ ബോധവും ലഭിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് ഞാൻ തെറ്റ് ചെയ്തു എന്ന്, പാപം ചെയ്തു എന്ന് പറഞ്ഞ് പാപത്തെ കുറിച്ച് അനുതപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ കർത്താവിൽ നിന്ന് കരുണ ലഭിക്കും. എന്നാൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്ന പലരിലും കഴിഞ്ഞ അനേക വർഷങ്ങളായി അവർ ചെയ്തു വന്നതായിരിക്കുന്ന പാപത്തിൽ നിന്ന് ഒരു വിടുതലുമില്ല, ഒരു വേർപാടുമില്ലാതെ പാപത്തിൽ മതിച്ച് ജീവിക്കുകയാണ്. ഒരുപക്ഷെ ആരും അറിഞ്ഞില്ല എന്ന് വരാം. എന്താ മനസ്സിലാക്കേണ്ടത്? ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് നാം തിരിച്ചറിയണം. രക്ഷിക്കപ്പെടാതെ ഒരു സഭാ കൂട്ടായ്മയിൽ ചേർന്ന് പോയത് കൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് എന്താ പറ്റുന്നത്? ലോകത്തിൻ്റെ വഴിയിലും പോകാൻ പറ്റില്ല, വിശ്വാസികളുടെ അനുഗ്രഹമോട്ട് കിട്ടുകയുമില്ല. അപ്പം അതുകൊണ്ട് ഒന്നുകിൽ വിശ്വാസിയായി ജീവിക്കുക, അല്ലെങ്കിൽ അവിശ്വാസിയായി പോകുന്നതായിരിക്കും നല്ലത്. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന്
നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ, നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആരോടാ പറയുന്നത്? അനുവാചകർ ആരാണ്? പ്രഥമമായി അനുവാചകർ എന്ന് പറയുന്നത് കൊരിന്തിലെ വിശ്വാസികളാണ്. അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവരിൽ വലിയ പാപം ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു, പാപത്തിൽ വീണ ആളുകളുണ്ട്. അവർക്കെതിരെയുള്ളതായിരിക്കുന്ന കൃത്യമായിരിക്കുന്ന ശിക്ഷണ നടപടിയെ സഭ സ്വീകരിച്ചിട്ടുണ്ട്. അത് തൻ്റെ ജീവിതത്തെ മാനസാന്തരത്തിലേക്ക് മടക്കി വരുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം സംഭവിക്കാമെന്നുള്ളത് വസ്തുതയാണെങ്കിലും എന്നും ഒരു പാപത്തിൽ തുടരുവാനായിട്ട് ഒരു വിശ്വാസിക്ക് കഴിയുകയില്ല. കാരണം അവൻ മടങ്ങി വരുവാനായിട്ട് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അവൻ മടങ്ങി വരാത്തിടത്തോളം ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഹൃദയത്തിൽ അവനെ ആ ബോധം കൊടുക്കുകയും അവന് സ്വസ്ഥത നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, നിങ്ങളുടെ വീണ്ടെടുപ്പിൻ നാളിനു വേണ്ടി മുദ്രയിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ ഒരു ദൈവ പൈതലിന് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീരും. ചെയ്യരുതെന്ന് ലോകം പറയുന്ന, ചെയ്യരുതെന്ന് ദൈവവചനം പറയുന്ന, ചെയ്യരുതെന്ന് നമ്മുടെ മനസാക്ഷി പറയുന്ന പാപജീവിതത്തിൽ പെട്ടു പോകുന്ന ആരെങ്കിലും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അതിൽ നിന്ന് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഒരു വിടുതൽ ഇതുവരെ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം നിന്റെ സ്വഭാവം മാറിയിട്ടില്ല. പാപം ചെയ്യുന്നതിൻ്റെതായിരിക്കുന്ന വലിയ ആ ഭാരം നമുക്ക് ഉണ്ടാകാതിരിക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് നാം പാപത്തിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ്, നാം പാപിയായിരിക്കുന്നു എന്നുള്ളതാണ്. കരയിൽ നിൽക്കുന്ന നമുക്ക് ഒരു കുടം വെള്ളം തലയിൽ വെച്ചാൽ അത് എന്ത് ഭാരമായിരിക്കും. ഒരു 50 ലിറ്റർ അല്ലെങ്കിൽ 100 ലിറ്റർ ജലം നമ്മുടെ തലയിൽ താങ്ങുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ വെള്ളത്തിനടിയിൽ കിടക്കുന്ന മനുഷ്യന്റെ തലയ്ക്ക് മീതെ എത്രയോ ടൺ ടൺ കണക്കിന് വെള്ളമുണ്ടെങ്കിലും അതൊരു ഭാരമായി തോന്നുമോ? വലിയ ഭാരമൊന്നും തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ കുളിച്ച് ജീവിക്കുന്ന, പാപത്തിലായിരിക്കുന്ന ഒരു മനുഷ്യന് പാപം ചെയ്യുന്നതിൽ ഒരു വലിയ ഭാരം ഉണ്ടാകുകയില്ല. എന്നാൽ ആ വെള്ളത്തിൽ നിന്ന്, ആ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് കരയ്ക്ക് കയറി കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ 1 ലിറ്റർ വെള്ളം പോലും അല്ലെങ്കിൽ ഒരു ചെറിയ പാപം പോലും അവനെ വേദനിക്കും. ദാവീദ് തൻ്റെ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഒത്തുകിട്ടിയ ഒരു സമയം ശൗൽ മുന്നിൽ, കൊല്ലാനായിട്ട് ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൻ്റെ അടുക്കൽ ചെന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവിന് വേണ്ടി ആ ശൗലിൻ്റെ ആ വസ്ത്രാഗ്രം താൻ മുറിച്ചു. ഒന്നില്ല, ഉപദ്രവിച്ചില്ല, ശൗലിന് വേദന എടുത്തുമില്ല. പിന്നീട് അത് തെളിയിക്കുവാൻ വേണ്ടി മാത്രം അത് ചെയ്തുവെങ്കിലും ദാവീദിനെ കുറിച്ച് നാം വായിക്കുന്നത്, ദാവീദ് പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ അഭിഷിക്തനായ ശൗലിൻ്റെ വസ്ത്രാഗ്രം മുറിച്ചതിനാൽ ദാവീദിന്റെ ഹൃദയം പിന്നത്തേതിൽ കുത്തി തുടങ്ങി. ഒരു ചെറിയ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, പാപം ഒരു വിശ്വാസിയെ അവൻ്റെ ജീവിതത്തിൽ പാപബോധം നൽകി, അനുതാപം നൽകി, അവൻ്റെ സ്വസ്ഥത കെടുത്തുന്നതാണ്. അവന് ദൈവസന്നിധിയിൽ മടങ്ങി വരവിന് കഴിയുന്നില്ലെങ്കിൽ അവൻ ഒരിക്കലും സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഒരു പാപിക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ആരെങ്കിലും ഈ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാത്തവരായി ഈ പ്രാദേശിക സഭയിൽ കടന്നു വന്ന് പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുവാൻ മതിയായതാണ്. കർത്താവേ, ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടി അങ്ങ് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങേ എൻ്റെ കർത്താവായി എൻ്റെ രക്ഷകനായി ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് വേണ്ടി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് ചെയ്യുക. നിങ്ങൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലായിത്തീരും. പ്രിയപ്പെട്ടവരെ, ആർത്തനാദം കേൾക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് നാം വിടപ്പെടരുത്. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടതുമില്ല എന്നുള്ള ആ ആർത്തനാദം നമുക്ക് അത് അന്യമായി തീരട്ടെ.
നാം രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിൻ്റെ ആ സംരക്ഷണത്തിൻ്റെ ആ അവസ്ഥയിലേക്ക്, ആ കലവറയിലേക്ക് ശേഖരിക്കപ്പെടുന്നതായിരിക്കുന്ന ഗോതമ്പ് മണികളെ പോലെ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട രക്ഷിതഗണം എന്നുള്ള നിലയിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഈ സുവിശേഷ സത്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരട്ടെ. വലിയ ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ സുവിശേഷം, പാപിയായിരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുന്ന ഈ സന്ദേശം നാം അറിയിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഈ സുവിശേഷം അറിയിക്കുവാൻ ലജ്ജ കൂടാതെ നിലകൊള്ളുവാൻ നമുക്കിടയായി തീരണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ വിശ്വാസത്തിലേക്ക് രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ആദ്യ നാളുകളിൽ, 13-14 വയസ്സുള്ളതായിരിക്കുന്ന സമയത്ത് രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിൽ ഞങ്ങളുടെ സമീപ പ്രദേശമായിരിക്കുന്ന മുഴുവന്നൂരിൽ ഒരു കർത്താവിൻ്റെ ദാസൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നു. ഞാനിതിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ KM തങ്കച്ചൻ, അദ്ദേഹം അവിടെ ഒരു സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. വലിയ പ്രതികൂലങ്ങളുണ്ടായി. അവിടെയുള്ളതായ യാക്കോബ പള്ളിയിൽ നിന്ന് വലിയ എതിർപ്പുണ്ടായി. അവിടെ ഒരു ആരംഭിച്ചതായിരിക്കും ബൈബിൾ ക്ലാസ് നിർത്തേണ്ടി വന്നു. അതിനുശേഷം അവിടെ തുടർന്നു വന്നതായിരിക്കുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടം. ഏറ്റവും ഒടുവിലത്തെ ദിവസം 4 പേരായിരുന്നു. എൻ്റെ 2 ജ്യേഷ്ഠന്മാരും തങ്കച്ചൻ സോഹനും ഞാനും. പ്രിയപ്പെട്ടവരെ, അന്ന് അവിടെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. അന്ന് ഞങ്ങളിരുന്ന ആ റൂമിൽ ഒരു 300-ലധികം ആളുകൾ ആ പരിസരത്ത് കൂടി. ഞങ്ങൾക്ക് അന്ത്യകൂദാശ തന്നു, മെഴുകുതിരി കത്തിച്ചു, ഞങ്ങളെ പുകച്ചു. അങ്ങനെ ഇല്ലായ്മ ചെയ്യുവാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ അവർ ആ നിലയിൽ ചെയ്ത കാര്യത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു. ഞങ്ങൾ പുറത്തു വന്നു, തങ്കച്ചൻ സോഹനെ പിടിച്ചു. ആ അടുത്തുള്ളതായിരിക്കുന്ന ആ കുരിശുപള്ളിയിൽ പോയി പണം ഇടുവാനായിട്ട് ആവശ്യപ്പെട്ടു. അതിനവർക്ക് സാധിച്ചില്ല. ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. പിന്നെ അച്ഛൻ്റെ അടുക്കൽ ചെന്ന് വിസ്താരം കഴിഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഇവിടെ സുവിശേഷം പ്രസംഗിക്കാൻ പാടില്ല. അപ്പോൾ തങ്കസോഹൻ പറഞ്ഞു, ഇവിടെ സുവിശേഷം പ്രസംഗിക്കണോ വേണ്ടയോ എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങളിവിടെ ആരംഭിച്ച ആ ക്ലാസ് നിർത്താം എന്ന് പറഞ്ഞ് അതിന് ഒരു അറുതി വന്നു. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിൻ്റെ ദാസൻ മറ്റ് പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ വേല തികച്ച് കഴിഞ്ഞ ആഴ്ചയിൽ താൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഞാനത് പറഞ്ഞത്, ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിൽ എനിക്ക് ഒരു തീയുടെ അനുഭവം ഉണ്ടായി, ഒരു ന്യായവിധിയുടെ അനുഭവം, ഒരു പ്രശ്നത്തിൻ്റെ ഒരു പ്രതികൂലത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുവാനായിട്ടിടയായി തീർന്നു. അതാണ് എന്നെ ഒരു നിലയിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ വേലയിലേക്ക് എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തിയതായിരിക്കുന്ന കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും സുവിശേഷം അറിയിക്കുന്നതിനോട് ബന്ധപ്പെട്ടുണ്ടാകും. എന്നാൽ സുവിശേഷത്തെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് ലജ്ജയില്ല എന്ന് പറയുവാൻ നമുക്ക് കഴിഞ്ഞാൽ നാം മുഖാന്തരം, നമ്മുടെ സഭ മുഖാന്തരം ദേശം സുവിശേഷവൽക്കരിക്കപ്പെടും. ഈ സുവിശേഷ സത്യങ്ങളെ നാം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചാൽ നമ്മോട് കൂടെ വരുന്ന ഓരോ വ്യക്തികളും രക്ഷിക്കപ്പെട്ട് അവർ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് സുവിശേഷത്തിൻ്റെ സത്യത്തെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുകയുള്ളൂ. സുവിശേഷ സത്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടരുത് വിശ്വാസികൾ. സുവിശേഷം ഏതൊക്കെ കാര്യങ്ങൾ നമ്മളോട് ആജ്ഞാപിക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സൂക്ഷിക്കുവാൻ തക്കവണ്ണം നാം പ്രതിജ്ഞാബദ്ധരാകുവാൻ ആവശ്യമുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദേശം, ഇന്നത്തെ ഈ വചന കേൾവി രക്ഷിക്കപ്പെടാതെ ആരെങ്കിലും ഈ കൂടിയറിവിലുണ്ടെങ്കിൽ അവരുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് കാരണമാക്കി തീർക്കട്ടെ. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് സുവിശേഷത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ പ്രചോദനമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. നമുക്ക്